നമസ്കാരം. ചരിത്രത്തിന്റെ താളുകൾ കീറിക്കളയാൻ ഒരു ജനത തീരുമാനിച്ചാൽ പിന്നെ ലോകത്തെ ഒരു ശക്തിക്കും അവരെ തടയാൻ കഴിയില്ല. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ എന്നാൽ പാക് ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് ദശാബ്ദങ്ങളായി ഇരയാകുന്ന ബലൂചിസ്ഥാൻ ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇനി പാകിസ്ഥാന്റെ ഭാഗമല്ല. സ്വന്തം ദേശീയ ഗാനവും സ്വന്തം കറൻസിയും സ്വന്തം ഭരണ സംവിധാനവുമായി ലോക ഭൂപടത്തിൽ ഒരു പുതിയ റിപ്പബ്ലിക് പിറവിയെടുക്കുന്നു. പാകിസ്ഥാൻ എന്ന തകർച്ചയുടെ വക്കിലുള്ള രാജ്യം എന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വെറും സോഷ്യൽ മീഡിയ പോസ്റ്റ് അല്ല, ദക്ഷിണേന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ വിപ്ലവമാണ്. ഈ വാർത്തയുടെ ഓരോ വശവും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ബലൂചിസ്ഥാൻ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും ഒരു അവകാശവാദമല്ല. ദശാബ്ദങ്ങളായി പാക് പട്ടാളത്തിന്റെ തോക്കിൻ മുന്നിൽ ജീവിച്ച ജനത ഇന്ന് തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനം വരുന്നത് വളരെ തന്ത്രപരമായ ഒരു സമയത്താണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രത തകർന്ന് ജനങ്ങൾ പട്ടിണിയിലായിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ ബലൂചിസ്ഥാൻ കൈവിട്ടു പോകുന്നത് പാകിസ്ഥാന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. സ്വന്തം ദേശീയ പതാക ഉയർത്തുക എന്നാൽ പാകിസ്ഥാന്റെ പരമാധികാരത്തെ അവർ വെല്ലുവിളിക്കുന്നു എന്നാണ് അർത്ഥം. ബലൂചി ജനതയുടെ ക്ഷമ അവസാനിച്ചു. തങ്ങളുടെ മണ്ണിൽ നിന്ന് കൊള്ളയടിക്കുന്ന പാക് ഭരണകൂടത്തോട് അവർ ചോദിക്കുകയാണ്, ഇനി എത്ര കാലം ഞങ്ങളെ അടിമകളാക്കി വെക്കും? ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. പാക് സൈന്യം പലയിടത്തും നിസ്സഹായകരായി നിൽക്കുകയാണ്. കാരണം സ്വന്തം ജനതയോട് യുദ്ധം ചെയ്യാൻ മടിക്കുന്ന സൈനികർ പോലും ഈ മുന്നേറ്റത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ബലൂചിസ്ഥാൻ ദരിദ്രമല്ല, അത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. സ്വർണവും ചെമ്പും കൽക്കരിയും പ്രകൃതിവാതകവും നിറഞ്ഞ ഈ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ സമ്പാദിക്കുന്നത് കോടികളാണ്. എന്നാൽ ആ പണം എവിടെ പോകുന്നു? ഇസ്ലാമാബാദിലെ ഭരണാധികാരികളുടെ ആഡംബരത്തിനും പാക് സൈന്യത്തിന്റെ ആയുധങ്ങൾക്കും വേണ്ടി മാത്രം. ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് പട്ടിണിയും തൊഴിലില്ലായ്മയും അടിച്ചമർത്തലും മാത്രമാണ്. പ്രകൃതിവാതക പാടങ്ങൾ, സ്വർണ്ണഖനികൾ എന്നിവയുടെ നിയന്ത്രണം ബലൂചികൾ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടെല്ലാണ് അവിടെ തകരുന്നത്. പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത പല അടിസ്ഥാന സൗകര്യങ്ങളും ബലൂചിസ്ഥാന്റെ ചെലവിലാണ്. ഇനി ആ സമ്പത്ത് ബലൂചിസ്ഥാന്റെ സ്വന്തം പുരോഗതിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്ന നിലപാട് പാകിസ്ഥാന്റെ ഖജനാവിനെ പാപ്പരാക്കും. മാ ചുക്കീൻ ബലൂച്ചാനി എന്ന ദേശീയ ഗാനത്തിന്റെ അർത്ഥം പോലും പാക് ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും നശിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെതിരെ ബലൂചികൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ആയുധം അവരുടെ ദേശീയതയാണ്. ഒരു ദേശീയ ഗാനം നിലവിൽ വരിക എന്നാൽ അതൊരു രാജ്യത്തിന്റെ ആത്മാവ് ഉണരുക എന്നാണ്. ബലൂചി ഫലൂസ് എന്ന സ്വന്തം കറൻസി നിലവിൽ വന്നതോടെ പാക് രൂപയ്ക്ക് പകരം ബലൂചിസ്ഥാനിൽ പുതിയൊരു സാമ്പത്തിക ക്രമം വരുന്നു. ഇത് പാകിസ്ഥാന്റെ കേന്ദ്രീകൃത സാമ്പത്തിക സംവിധാനത്തെ തകർക്കും. തങ്ങളുടെ വേരുകളിലേക്ക് മടങ്ങാനുള്ള ബലൂചികളുടെ ഈ ശ്രമം ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിച്ച പാക് ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയാണ്. സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ ഒരു ജനത ആയുധമെടുക്കുമ്പോൾ അതിനെ ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. പാക് സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. ബലൂചിസ്ഥാൻ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈനികർ കൂട്ടത്തോടെ രാജിവെക്കുന്നത് പാക് സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുകയാണ്. ഒരു സൈന്യത്തിന്റെ കരുത്തെന്നത് അതിന്റെ അച്ചടക്കമാണ്. എന്നാൽ ഇപ്പോൾ ആ അച്ചടക്കത്തിന് വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. സ്വന്തം സഹോദരങ്ങളെയും കുടുംബങ്ങളെയും വെടിവെച്ചു കൊല്ലാൻ ഏത് സൈനികനാണ് കഴിയുക? ബലൂചികളായ സൈനികർ തങ്ങളുടെ യൂണിഫോം വലിച്ചെറിഞ്ഞ് വിപ്ലവത്തിന്റെ ഭാഗമാകുന്നത് പാകിസ്ഥാന്റെ സുരക്ഷാ ഭീഷണിയാണ്. ഇത് പാക് സൈന്യത്തിനുള്ളിലെ ഒരു വലിയ ആഭ്യന്തര വിപ്ലവമാണ്. പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ സുരക്ഷ പോലും ഇപ്പോൾ സംശയത്തിലായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രധാന ആയുധം എപ്പോഴും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കലും ആണവ ഭീഷണി മുഴക്കലുമാണ്. എന്നാൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി തീവ്രവാദമില്ല, ഞങ്ങൾക്ക് വേണ്ടുന്നത് സമാധാനവും സുസ്ഥിരതയുമാണ് എന്നാണ്. ദക്ഷിണേന്ത്യയിൽ സമാധാനം പുലരണമെങ്കിൽ തീവ്രവാദത്തിന്റെ കേന്ദ്രമായ പാകിസ്ഥാൻ മാറണം. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അതിനൊരു വഴി തുറക്കുകയാണ്. പാകിസ്ഥാൻ അയൽ രാജ്യങ്ങളെ വിരട്ടാൻ ഉപയോഗിക്കുന്ന ആണവ ബ്ലാക്ക് മെയിൽ ഇനി ബലൂചിസ്ഥാന്റെ വിഷയത്തിൽ വിലപ്പോകില്ല. കാരണം ബലൂചിസ്ഥാൻ ഒരു ജനാധിപത്യ സമാധാനപരമായ ഭരണകൂടമായി ഉയർന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ അയൽ രാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ചൈനയുടെ അഭിമാന പദ്ധതിയായ CPEC ബലൂചിസ്ഥാൻ വഴിയാണ് കടന്നു പോകുന്നത്. ഈ പദ്ധതിയിലൂടെ പാകിസ്ഥാനെയും ചൈനയും ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബലൂചികളെ മറികടന്നുകൊണ്ടാണ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചതോടെ ഈ പദ്ധതിയുടെ ഗതി എന്താകും? ചൈനയുടെ നിക്ഷേപങ്ങൾ ബലൂചികളുടെ അനുമതിയില്ലാതെ ഇനി മുന്നോട്ട് പോകില്ല.
ഗ്വാദർ തുറമുഖമടക്കമുള്ള നിർണായക കേന്ദ്രങ്ങൾ ബലൂജികളുടെ നിയന്ത്രണത്തിലാകുമ്പോൾ ചൈനയ്ക്ക് പാകിസ്ഥാനുമായുള്ള കരാറുകൾ പുനഃപരിശോധിക്കേണ്ടി വരും. ഇത് ചൈനയുടെ ഏഷ്യൻ ആധിപത്യത്തിന് വലിയൊരു തിരിച്ചടിയാണ്. പാകിസ്ഥാൻ വിറ്റ വിഭവങ്ങൾ ഇനി തിരിച്ചുപിടിക്കാനുള്ള ബലൂജികളുടെ ശ്രമം ചൈനയും പാകിസ്ഥാനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കും. 1948 ബലൂചിസ്ഥാൻ പിടിച്ചടക്കിയത് മുതൽ തുടങ്ങിയതാണ് അവരുടെ കണ്ണീര്. ലോക ചരിത്രത്തിൽ പലയിടത്തും ഇത്തരം അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ബലൂചിസ്ഥാനിലേതുപോലെ ദീർഘകാലം നീണ്ടുനിന്ന ഒരു പോരാട്ടം വിരളമാണ്. പാകിസ്ഥാൻ ചെയ്തത് വലിയൊരു ചരിത്രപരമായ വഞ്ചനയായിരുന്നു. ജനാധിപത്യം പറഞ്ഞ് ലോകത്തെ പറ്റിച്ച പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നടത്തിയത് അടിച്ചമർത്തലുകളായിരുന്നു. കാണാതായ ആയിരക്കണക്കിന് യുവാക്കൾ, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, തകർന്ന കുടുംബങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാന്റെ പാപക്കറകളാണ്. ആ കറകൾ കഴുകിക്കളയാൻ ബലൂജികൾക്ക് ഇന്ന് അവരുടെ സ്വാതന്ത്ര്യമേ ഉള്ളൂ. ചരിത്രം എപ്പോഴും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അവസരം നൽകുന്നു. ഇന്ന് ബലൂചിസ്ഥാൻ ആ അവസരം ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാന്റെ മൗനം ഭയത്തിന്റെ മൗനമാണ്. ആ വലിയ പ്രഖ്യാപനത്തോട് പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ. സോഷ്യൽ മീഡിയയിൽ ഇത് വെറും പ്രചാരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരിക്കാൻ മടിക്കുന്നത് തങ്ങൾ ഇതിനകം തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ്. പത്രസമ്മേളനങ്ങൾ വിളിച്ചിട്ടും ഭീഷണി മുഴക്കിയിട്ടും കാര്യമില്ലെന്ന് പാക് ഭരണകൂടത്തിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ബലൂചിസ്ഥാൻ ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിച്ചു കഴിഞ്ഞു. അത് പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ലോകശക്തികളായ അമേരിക്കയും ചൈനയും റഷ്യയും എന്ത് നിലപാടെടുക്കും എന്നതും നിർണായകമാണ്. ബലൂചിസ്ഥാൻ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാന്റെ ശത്രുത സമ്പാദിക്കലാകും. എന്നാൽ മനുഷ്യത്വരഹിതമായ അടിച്ചമർത്തലുകൾക്കെതിരെ മൗനം പാലിക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ എപ്പോഴും ബലൂചിസ്ഥാന്റെ ദുരിതങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ വന്നാൽ അത് മേഖലയിലെ തീവ്രവാദത്തിന് അറുതി വരുത്തും. ആഗോളതലത്തിൽ ബലൂചിസ്ഥാൻ ഒരു രാജ്യമെന്ന നിലയിൽ അംഗീകരിക്കപ്പെടുമോ എന്നത് കാത്തിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്നത് ആരും ദാനമായി തരുന്നതല്ല, അത് പോരാടി നേരിടേണ്ടതാണ്. ബലൂചിസ്ഥാൻ ഇന്ന് ചെയ്യുന്നതും അതാണ്. ഇനി ഒരിക്കലും പാകിസ്ഥാന്റെ അടിമകളാകാൻ അവർ തയ്യാറല്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. ഇനി വരാനിരിക്കുന്ന മാസങ്ങൾ പാകിസ്ഥാന്റെയും ബലൂചിസ്ഥാന്റെയും ചരിത്രത്തിൽ നിർണായകമായിരിക്കും. പാകിസ്ഥാൻ കത്തിയെരിയുമോ അതോ ബലൂചിസ്ഥാൻ പുതിയൊരു സൂര്യോദയത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്ന് കാലം തെളിയിക്കും. ബലൂചിസ്ഥാൻ ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പാക് ഭരണകൂടം മുട്ടുമടക്കുക തന്നെ ചെയ്യും. നീതിക്കായുള്ള പോരാട്ടത്തിൽ സത്യമെന്ന് വിജയിച്ചിരിക്കുന്നു, എന്ന് വിജയിച്ചിട്ടേ ഉള്ളൂ, ഇനിയും വിജയിക്കും. ബലൂചിസ്ഥാന്റെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വെറും ഒരു രാഷ്ട്രീയ നീക്കമല്ല, ദശാബ്ദങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മരോഷത്തിന്റെ പൊട്ടിത്തെറിയാണ്. സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും സാംസ്കാരികമായി വേട്ടയാടപ്പെടുകയും ചെയ്ത ഒരു ജനതയ്ക്ക് ഇനി എത്ര കാലം മൗനമായിരിക്കാൻ കഴിയും? പാകിസ്ഥാൻ ഭീകരതയുടെയും ആണവ ഭീഷണിയുടെയും മറവിൽ സ്വന്തം ജനതയെ വേട്ടയാടുമ്പോൾ ബലൂചിസ്ഥാൻ ഉയർത്തുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം ലോകം കേൾക്കണം. തീവ്രവാദത്തിന്റെ ഈറ്റില്ലമായി പാകിസ്ഥാൻ തുടരുന്നത് അയൽ രാജ്യങ്ങൾക്കും ആഗോള സുരക്ഷയ്ക്കും ഒട്ടും ഭൂഷണമല്ല. ബലൂചിസ്ഥാന്റെ ഈ മുന്നേറ്റം നീതിക്ക് വേണ്ടിയുള്ളതാണ്. അടിച്ചമർത്തുന്നവർക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം ദേശീയ ഗാനവും കറൻസിയുമായി ഒരു ജനത ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ തോക്കുകൾക്ക് കഴിയില്ലെന്ന് പാക് ഭരണകൂടം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. പാകിസ്ഥാന്റെ നെഞ്ചിലെ തീ പടരുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദാഹം ഇനി ആർക്കും കെടുത്താൻ കഴിയില്ല. ബലൂചിസ്ഥാനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ തീർച്ചയായും തത്വമയി ന്യൂസ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇത്തരം ഗൗരവകരമായ വിഷയങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.